ശ്രീ പ്രശാന്ത് ശിവൻ, ഇന്നലെയാണ് ഇത്തരത്തിൽ കേരളത്തെ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ വാർത്ത ജനം TV പുറത്തുവിടുന്നത്. തൃത്താല പള്ളി ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളിപ്പിൽ ഹമാസ് ഭീകരരായ ഇസ്മായിൽ ഹനിയ, യഹ്യ സിൻവാർ, ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഇവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആണ് ആ ഒരു ആന എഴുന്നള്ളിപ്പ് നടന്നത്. ജനം TV ആണ് നേരത്തെ ഈ വാർത്ത ആദ്യം തന്നെ പുറത്തു കൊണ്ടുവന്നത്. കേരളത്തിലെ പല മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കാൻ വലിയ മടി കാണിച്ചു. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ നമ്മൾ വാർത്ത നൽകി ഒരു 1-2 മണിക്കൂറിനകം തന്നെ ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ രീതിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് VT ബൽറാമിൻ്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് മുസ്ലിം വിരുദ്ധ ഹേറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഇത് ഉപയോഗിക്കപ്പെടുന്നു എന്നാണ്. അതായത് ഈ ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ, ഈ ഭീകരരുടെ ചിത്രങ്ങളൊക്കെ ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചത് വലിയ പ്രശ്നമല്ല. പക്ഷേ ഇത് തുറന്നു പറയുന്നതിലൂടെ സംഘപരിവാർ നടത്തുന്നത് അല്ലെങ്കിൽ ജനം TV നടത്തുന്നത് മുസ്ലിം വിരുദ്ധ ഹേറ്റ് ക്യാമ്പയിൻ ആണ്. എന്താണ് മറുപടി? കേരളത്തെ തന്നെ വലിയ രീതിയിൽ നടുക്കുന്നൊരു സംഭവമാണ് ഇന്നലെ തൃത്താലയിൽ അരങ്ങേറിയിട്ടുള്ളത്. അത് ഒരു യാദൃശ്ചികമായി ഉണ്ടായ ഒരു സംഗതിയല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ മുഴുവൻ വലിയ രീതിയിൽ വെള്ളപൂശി അവർക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെയാണ് എറണാകുളത്ത് ജഡ്ജിമുക്കിലെ പള്ളിയിലെ ഒരു ഭീകരവാദിക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുള്ളത്. ഇനി VT ബൽറാം വളരെ ബോധപൂർവം 4 നക്കാപ്പിച്ച വോട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, ഇവിടെ അദ്ദേഹം ബോധപൂർവം പ്രശ്നത്തെ വഴിതിരിച്ചു വിടുകയാണ്. ഹമാസ് ഭീകരവാദികളെ, ഹമാസ് എന്ന സംഘടനയുടെ നേതാക്കന്മാരുടെ ചിത്രമെടുത്ത് ഉയർത്തിയതിനെയാണ് ഇവിടെ വിമർശിച്ചിട്ടുള്ളത്. അത് ജനം TV പുറത്തു കൊണ്ടുവന്ന വാർത്തയാണെങ്കിലും അവിടുത്തെ പ്രദേശവാസികളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധമാണെങ്കിലും ഇതെല്ലാം ഹമാസിനെതിരെയാണ്. പക്ഷേ VT ബൽറാം ഇതിനെ ബോധപൂർവം പറയുന്നത് മുസ്ലിം വിരുദ്ധ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഹമാസിനെതിരെ പറയുന്ന സമയത്ത് അത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമായിട്ട് മാറുന്നത്? ഹമാസ് ഭീകരവാദത്തിന് എതിരെയാണ് ഇവിടെ ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ വളരെ ബോധപൂർവം VT ബൽറാം ഒരു പ്രത്യേക വിഭാഗത്തെ പൂർണ്ണമായും എതിർക്കുന്നു എന്ന് പറയുന്ന തരത്തിൽ VT ബൽറാം അതിനെ മാറ്റിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ ചിത്രങ്ങൾ വച്ചതിനെതിരെ നിരവധി മുസ്ലിം സഹോദരന്മാർ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ചെയ്ത പ്രവൃത്തി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ VT ബൽറാമിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പാലസ്തീൻ അല്ല വിഷയം, ഹമാസ് ആണ് വിഷയം. ഹമാസ് ഭീകരവാദികളാണ് വിഷയം. ഹമാസ് ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളാണ് വിഷയം. അദ്ദേഹം ബോധപൂർവം ആ പോസ്റ്റിൽ മുഴുവൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിൽ പാലസ്തീൻ ജനതയ്ക്കും അവരുടെ സ്വാതന്ത്ര്യ അഭിലാഷങ്ങൾക്കും ഒപ്പമാണ് ഇന്ത്യക്കാർ മുഴുവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാലസ്തീനെ എതിർത്തുകൊണ്ട് ആരും വാർത്ത കൊടുത്തിട്ടില്ല. ഇവിടെ ജനം TVയും വാർത്ത കൊടുത്തിട്ടില്ല. ഈ വാർത്ത പുറത്തു വന്ന ദേശീയ മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല. ഇതിനെതിരെ രംഗത്ത് വന്നവർ ആരും തന്നെ കൊടുത്തിട്ടില്ല. പക്ഷേ മുഴുവൻ ആളുകളും എതിർത്തിരിക്കുന്നത് ഹമാസ് ഭീകരവാദികളെയാണ്, ഹമാസിന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെയാണ്, അവിടെ ഉയർത്തിയ ഭീകരവാദികളെയാണ്. അത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമായിട്ട് അദ്ദേഹം ഹേറ്റ് സ്പീച്ചായിട്ട് പറയുന്നത്? അപ്പോൾ ബോധപൂർവം ഇവിടുത്തെ ഇസ്ലാമിക സഹോദരന്മാർക്ക് എതിരാണ് ഇവിടുത്തെ ദേശീയവാദികൾ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഏതെങ്കിലും, ഞാൻ ബൽറാമിനെ വെല്ലുവിളിക്കുകയാണ്, ഏതെങ്കിലും ഇവിടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് BJPയുടെയോ സംഘപരിവാറിന്റെയോ നേതാക്കന്മാർ ഈ നാട്ടിലെ മുസൽമാന്മാർക്കെതിരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റ് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഞങ്ങൾ എതിർത്തിട്ടുള്ളത് ഇവിടുത്തെ ഹമാസ് ഭീകരവാദികളെയാണ്, ഭീകരവാദ പ്രസ്ഥാനങ്ങളെയാണ്, ആ ഭീകരവാദികൾക്ക് ചൂട്ടുപിടിക്കുന്ന ആളുകളെയാണ് എതിർത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ബോർഡുകൾ ഉയർത്തിയതിലൂടെ നിങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ആ ഭീകരവാദികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം ഞങ്ങൾ അനുകൂലിക്കുന്നു എന്നല്ലേ? കഴിഞ്ഞ 2023
ഒക്ടോബർ മാസം 7-ാം തീയതി കരയിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും എല്ലാം വലിയ രീതിയിൽ ഇസ്രായേലിനകത്തേക്ക് ഈ ഹമാസ് തീവ്രവാദികൾ വലിയ ഒരു ആക്രമണം അഴിച്ചുവിട്ടു. അവിടെ ആ ദിവസങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നത്. ഹമാസ് ഭീകരവാദികൾ ഒരു പെൺകുട്ടിയെ വലിച്ചിഴിച്ച് ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം അവരെ പൂർണ്ണ നഗ്നയാക്കി ഒരു പിക്കപ്പ് വാനിൽ കയറ്റി അതിലൂടെ റോന്തു ചുറ്റിയ കാഴ്ച ആരും മറന്നിട്ടില്ല. മുലയൂട്ടുകയായിരുന്നു ഒരു അമ്മ, കുഞ്ഞിന് മുലയൂട്ടുകയായിരുന്നു. ആ കുഞ്ഞിനെ പിടിച്ചു വാങ്ങി പാടത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ മനുഷ്യ മനസ്സാക്ഷികൾ മരവിച്ചു പോകുന്ന തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം ചെയ്ത ആ ഹമാസ് ഭീകരവാദികളുടെ നേതാക്കന്മാരായിട്ടുള്ള യഹിയ സിൻവറിന്റെയും ഇസ്മയിൽ ഹനിയയുടെയും പടം ഉയർത്തിയത് വഴി ആ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അതിനെ ശരിവെക്കുന്നു എന്ന സന്ദേശമല്ലേ നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്നത്? അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തി അതിന് കേരളത്തിൽ നിന്ന് പിന്തുണ കൊടുക്കുന്നു, ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു എന്നല്ലേ ഈ ബോർഡ് ഉയർത്തിയ ആളുകൾ ചെയ്തിരിക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ 1-2 മണിക്കൂർ മുമ്പ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഒരാൾ വന്നിരുന്നു, ഞാൻ പേര് മറന്നു. ആൾ പറയുന്നുണ്ടായിരുന്നു, ഏതോ കുട്ടികൾ എന്തോ അബദ്ധത്തിൽ ഇതെടുത്ത് ഉയർത്തി എന്നാ പറയുന്നത്. ഇത് മനസ്സിലാകാത്ത ആളുകളൊന്നും അല്ല ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്നവരെല്ലാം തന്നെ. അപ്പൊ ഇത്തരത്തിൽ ബോധപൂർവം ഭീകരവാദികൾ ചെയ്ത പ്രവർത്തനങ്ങളെ മുഴുവൻ ഇത്തരത്തിൽ ആ ഭീകരവാദികളുടെ പടം ഉയർത്തുന്നതിലൂടെ അവർക്കുള്ള ആരാധന എന്ന് പറയുന്നത് ഈ ഭീകരവാദികൾ ചെയ്ത ഭീകരവാദ പ്രവർത്തനങ്ങൾ തന്നെയല്ലേ? അപ്പോൾ ഇവിടെ പാലസ്തീൻ അല്ല വിഷയം, ഇവിടുത്തെ വിഷയം ഹമാസ് ആണ്. ഈ ഹമാസ് ഭീകരവാദികളെ എന്തിന് പിന്തുണയ്ക്കുന്നു? ഈ ഹമാസിന്റെ ആളുകൾ ഭീകരവാദികളാണെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പ്രതിനിധി